بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة الآية. قال الله عز وجل خيركم خيركم لأهله وأنا خيركم لأهلي أو كما قال رسول الله. يا من يرى ما في الضمير ويسمعه أنت المعد لكل ما يتوقع. يا من يرجى في الشدائد كلها يا من إليه المشتكى والمفزع. يا من خزائن رزقه في قول كن أمن فإن الخير عندك أجمع. ما لي سوى فقري إليك وسيلة فبالافتقار إليك فقري أدفع. ما لي سوى قرعي لبابك حيلة فلئن رددت فأي باب أقرع. ومن الذي أدعو وأهتف باسمه إن كان فضلك عن فقيرك يمنع. حاشا لجودك أن تقنط عاصيا فالفضل أجزل والمواهب أوسع. ബഹുമാന്യരായ ഈ ജമാഅത്തിലെ ഹാദിയും വളരെ കാലമായി നമ്മുടെ നാട്ടിലെ ഉസ്താദുമായ അബൂ സ്വാലിഹ് മുസ്ലിയാർ അവറുകളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ദാമ്പത്യ ജീവന അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടില് ദാമ്പത്യ ജീവിതം, ഇതിന് നിങ്ങളൊരു തുടക്കം വെച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം അതൊരു പ്രത്യേക വിഷയം തന്നെയാണ്. ദാമ്പത്യ ജീവിതം എന്നത് മൃഗങ്ങളിലുണ്ട്, ജീവികളിലെല്ലാം ഉണ്ട്. ജീവികളിലെന്ന് മാത്രമല്ല, വേണമെങ്കിൽ എല്ലാ പടപ്പുകളിലുമുണ്ടെന്ന് പറയാം. മിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈൻ. ഏത് വസ്തുക്കളും നാം പടച്ചിരിക്കുന്നത് ഇണകളായാണ്, ദമ്പതിമാരായാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം ഇണയാണ് അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അപ്പൊ ദമ്പതിമാരായല്ലാതെ ഒരു വസ്തുവും അല്ലാഹുവിന്റെ പടപ്പത്തരത്തിൽ ഇല്ലെങ്കിൽ എല്ലാവർക്കിടയിലുമുണ്ട് ദാമ്പത്യ ജീവിതം, എല്ലാ വസ്തുക്കൾക്കിടയിലും. ജീവികൾക്കിടയിൽ ദാമ്പത്യ ജീവിതമുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. കാരണം എല്ലാ ജീവികളും ഇവിടെ പരമ്പരയും അതിന്റെ വർഗവും ഇവിടെ ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെടാതെ സാധ്യമല്ല. അതുകൊണ്ട് ജീവികൾക്കിടയിലെല്ലാം നിരന്തരമായി നിലകൊള്ളുന്ന ദാമ്പത്യ ജീവിതം മനുഷ്യർക്കിടയിലുള്ളതിൽ നിന്നും നിങ്ങളൊന്ന് ചുരുക്കി. മനുഷ്യർക്കിടയിൽ പല മതസ്ഥരും പല വിഭാഗങ്ങളുമാണ്. അതിൽ ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം എന്നാണ് ഇപ്പോ നമ്മളിവിടെ അവതരിപ്പിക്കേണ്ട വിഷയം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ നന്മക്ക് വേണ്ടി, മനുഷ്യകുലത്തിന്റെയും ഭൂതവർഗത്തിന്റെയും പരലോക വിജയത്തിനു വേണ്ടി മുത്തനബി മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്ന നിയമസംഹിതയും ദീനുമാണ് ഇസ്ലാം. ഈ ഇസ്ലാം ദാമ്പത്യ ജീവിത രംഗത്തും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കേണ്ടുന്ന ജീവിതത്തിന്റെ നിലപാടുകളിലും നിയമങ്ങളിലും ചട്ടങ്ങളിലുമൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള, ശരിയായ നിയമമുള്ള, തെളിഞ്ഞ നിർദ്ദേശമുള്ള, ഫലപ്രദമായ ചിട്ടകളുള്ള സുന്ദരമായ ഒരു പ്രസ്ഥാനമാണ് എന്ന് നമുക്കറിയാം.
ഇത് വച്ച് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർക്കും ഇനി ബന്ധപ്പെടാൻ കാത്തിരിക്കുന്ന നമ്മുടെ യുവാക്കൾക്കും ഉപകാരപ്രദമാകുമാർ ഈ രംഗമൊന്ന് വിവരിക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വർഷങ്ങളായി ദമ്പതിമാരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കാനഡമന്മാരെ, ഉമ്മമാരെ, പുതുതായി ഈ ഒരു ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം ഒന്നും പഠിപ്പിച്ചിട്ട് ഫലമില്ല. അവരാ പഠിച്ചത് പ്രകാരം തന്നെയാണ് അവരുടെ ജീവിതം. ഇനി വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാർ, അവരെയാണ് പഠിപ്പിക്കേണ്ടതും അവരാണ് ശ്രദ്ധിക്കേണ്ടതും. ഈ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നവരും ഈ ജീവിത രംഗത്തേക്ക് വരേണ്ടവരും പ്രത്യേകം ശ്രദ്ധിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട അവിടെയും ഇവിടെയും തൊട്ടും തൊടാതെയുമുള്ള ഒരു ചെറിയ പോക്ക് നമുക്കങ്ങനെ പോകാം. നീളാനും പാടില്ല, നീണ്ടാതെ 2-3 ദിവസം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല അതിന്റെ സംഘാടകരും പ്രത്യേകം ആഗ്രഹിക്കുന്നുണ്ട്, അത് 10-12 മണിയാകുമ്പോൾ നിർത്തണമൊക്കെ അവരുടെ ആഗ്രഹം. ഞാൻ അത്ര വരെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, പോകുന്നിടത്തോളം അങ്ങ് പോവുകയാണ്. ആ പോകുന്ന അത്രയും ഇടയിൽ നമുക്കിത് അവസാനിപ്പിക്കുകയും വേണം. എന്തിനാണ് ഒരു ദാമ്പത്യ ജീവിതം? ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചാൽ പോരെ നമുക്ക് പോകുന്ന മതി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയും മാതൃകയുമാണ് ദാമ്പത്യ ജീവിതം. ഇത് നമുക്കറിയാം. എത്രയോ മഹത്തുക്കളും ഔലിയാക്കളും മഹാന്മാരും വിവാഹ ജീവിതം നയിക്കാത്തവരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്തവരും ചരിത്രത്തിൽ കാണാം. പക്ഷേ ഈ മഹാത്മാക്കളുടെയും മഹാന്മാരുടെയും ഒക്കെ മഹാത്മത്തിന്റെ നിദാനമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന തികവുറ്റ അള്ളാഹുവിന്റെ അടിയാൻ ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നുവെന്ന് മാത്രമല്ല, അവിടുത്തെ ഉമ്മത്തിൽ ആർക്കും അനുവദനീയമല്ലാത്തത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു തന്റെ മണവാട്ടിമാരെ അധികമായി നിശ്ചയിച്ചു നൽകുകയും വേട്ടുകൊടുക്കുകയും ആ പത്നിമാർക്കിടയിൽ, കളത്രമാർക്കിടയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്ദരമായി ഒരു നല്ല ജീവിത രേഖ ഈ ലോകത്ത് ഒഴിച്ചിടുകയും ചെയ്തത് നമ്മുടെ മുൻപിലുണ്ട്. ഒരിക്കൽ സ്വഹാബാക്കളിൽ നിന്നുള്ള ഒരു 2-3 അംഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാത്രിയിലുള്ള അമലുകളും ഇബാദത്തുകളും പ്രത്യേകമൊന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടുകാരെ സമീപിക്കുകയും ബുദ്ധിമതിയും വിവരസ്ഥയുമായ ആയിഷ റളിയല്ലാഹു അൻഹായെ തന്നെ അവർ പ്രത്യേകം ഇതിന് കണ്ടെത്തുകയും ചെയ്തിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാത്രിയിലെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്ത് മണവാട്ടി ആയിഷ റളിയല്ലാഹു അൻഹ വിവരിച്ചു കൊടുത്തു. രാത്രിയിൽ ഉറങ്ങിയിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേൽക്കുന്നതും നിസ്കരിക്കുന്നതും മറ്റുമൊക്കെ. പക്ഷെ പ്രതീക്ഷിച്ച അത്ര ഇത് പോരെന്ന് ആ സ്വഹാബാക്കൾക്ക് തോന്നി, ഈ 2-3 ആളുകൾക്ക്. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് മനസ്സിൽ കരുതുമ്പോഴേക്ക് രാത്രി മുഴുക്ക ഉറക്കമിളച്ചിട്ട് വീടിന്റെ അകത്ത് അള്ളാഹുവിനെ ധ്യാനിച്ചിരിക്കുന്ന ഒരു നബിയെയാണ് അവർ മനസ്സിൽ നിരൂപിക്കുന്നത്. 8-9 ഭാര്യമാർ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ തങ്ങൾക്കുണ്ടെങ്കിലും ഈ 9 ഭാര്യമാരുടെ രാത്രികളിലും അള്ളാഹുവിന്റെ റസൂലിന് രാത്രിയിൽ മുഴുക്ക നിസ്കാരമായിരിക്കും ജോലി എന്നാണ് ഈ സ്വഹാബാക്കളുടെ മനസ്സിലും. ഇതുമായി തന്നെ ഇവർക്ക് റസൂലുള്ളാഹിന്റെ രാത്രിയിലുള്ള നിസ്കാരത്തെയും അബലിനെയും പറഞ്ഞപ്പോ അന്നഹും ഖാലൂഹു, അവരതിനെ തുച്ഛമായി കേളിക്കുന്നവരെ പോലെ ആദ്യം അവർക്ക് അത്ര മനസ്സ് ബോധിച്ചില്ല. ഇതപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്ത് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഇല്ലല്ലോ. എങ്കിലും അവർ അരുതാത്തതൊന്നും മനസ്സുകൊണ്ട് പറഞ്ഞില്ല, നാക്കുകൊണ്ടും പറഞ്ഞില്ല. അവർ നബിയെക്കുറിച്ച് ഒന്നുകൂടി മനസ്സ് നിരൂപിച്ചിട്ട് മനസ്സാന്നിധ്യം വീണ്ടെടുത്തിട്ട് പറഞ്ഞു, നമ്മൾ എവിടെ കിടക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ എവിടെ കിടക്കുന്നു, ദോഷങ്ങൾ വരാനുള്ള പഴുതുകൾ മുഴുക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചു കളഞ്ഞ് പരിരക്ഷിച്ചിട്ടുള്ള അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നുണ്ടെന്ന് കരുതിക്കൊണ്ട് നമുക്കുറങ്ങാൻ നിവൃത്തിയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇബാദത്തും രാത്രിയിലുള്ള നമസ്കാരവും ഇത്ര കുറവാണെന്ന് കരുതിക്കൊണ്ട് നമുക്ക് കുറക്കാൻ പറ്റില്ലല്ലോ. ആരാണ് അള്ളാഹുവിന്റെ റസൂൽ? അള്ളാഹുവിന്റെ റസൂലിനെ പോലെ നമ്മുടെ ജീവിതം നമുക്ക് അതോട് തുലനപ്പെടുത്താൻ പറ്റുമോ, താരതമ്യപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം.
ഒരു സ്വഹാബിവര്യൻ പറഞ്ഞു, ഇനി മുതൽ ഞാൻ ഒരൊറ്റ രാത്രിയിലും ഉറങ്ങാതെ രാവ് മുഴുക്കെ അള്ളാഹുവിന് വേണ്ടി നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കും എന്ന് അള്ളാഹുവിനെ കൊണ്ട് ശപഥം ചെയ്തു. മറ്റൊരു സ്വഹാബിവര്യൻ, ഇനി മുഴുക്കെ ഞാൻ എന്നും പകലിൽ മുഴുക്കെ നോമ്പനുഷ്ഠിക്കും എന്ന് ശപഥം ചെയ്തു. മൂന്നാമനായ സ്വഹാബി പറഞ്ഞത്, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുകയില്ല, വിവാഹം ചെയ്യുകയില്ല, അള്ളാഹുവിന് വേണ്ടി എന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണെന്ന് അദ്ദേഹവും ശപഥം ചെയ്തു. 3 പേരും അവരുടെ ശപഥം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥിതിയിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ പറയുന്നതും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും ഞാൻ കേട്ടു. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകരാണ്. അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തഖ്വായും ദീനും പഠിപ്പിക്കാനാണ്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന തഖ്വായിലും ദീനിലും നിങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചു നിൽക്കുന്നവൻ ഞാൻ തന്നെയാണ്. അള്ളാഹുവിനെ ഭയപ്പെടാനും വഴിപ്പെടാനും വേണ്ടിയാണ് അള്ളാഹു തആല നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ എന്നെ വിട്ടതെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരിൽ എന്നെപ്പോലെ ഭയപ്പെടുന്ന വേറൊരടിയാനില്ല. എന്നെപ്പോലെ പടച്ച തമ്പുരാനിക്ക് വഴിപ്പെടുന്ന തഖ്വയുള്ള മറ്റൊരടിയാനില്ല. ഞാൻ രാത്രി ഉറങ്ങുന്നുണ്ട്, നിസ്കരിക്കുന്നുമുണ്ട്. ഞാൻ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നുമുണ്ട്, ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. ഞാൻ കല്യാണം കഴിക്കുന്നുമുണ്ട്, ഭാര്യമാരുമൊത്ത് ജീവിക്കുന്നുമുണ്ട്. فمن رغب عن سنتي فليس مني أو كما قال رسول الله. എന്റെ ഈ ചര്യ വിട്ടുകൊണ്ടൊരാൾ നിലക്കൊള്ളുന്നുവെങ്കിൽ, എന്റെ ഈ ജീവിത മാതൃക അവഗണിച്ചുകൊണ്ടൊരാൾ ജനലോകം പോകാമെന്നും രക്ഷപ്രാപിക്കാമെന്നും മോഹിക്കുന്നുണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവനും ഞാനുമായി ബന്ധമില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അവരുടെ ആ ശപഥത്തെ അള്ളാഹുവിന്റെ റസൂൽ ശകാരിക്കുകയും ആ ശപഥം ശരിയല്ലെന്നവർ ഉണർത്തുകയും ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടത്തിൽ കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്നത് നബിയുടെ മാതൃകയും തിരിച്ചടിയുമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ലോകത്തെ. അപ്പൊ ദാമ്പത്യ ജീവിതം അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്താണ്. എന്തിനാണ് ലോകർക്ക് വേണ്ടിയിട്ട് ദാമ്പത്യ ജീവിതം റസൂലുള്ളാഹിനെ കൊണ്ട് നയിപ്പിച്ചിട്ട് ലോകരുടെ മുൻപാകെ ഈ ഒരു ജീവിതം സുന്നത്താക്കി അള്ളാഹു നിശ്ചയിച്ചത്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക എന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എടുത്താൽ പുണ്യം കിട്ടും, ഉപേക്ഷിച്ചാൽ കൂലി കുറ്റം കിട്ടൂല, ആ സുന്നത്ത് എന്നല്ല. അസുന്നത്ത് പറഞ്ഞാൽ ചിലപ്പോൾ നിർബന്ധമാവും കല്യാണം കഴിക്കൽ. ചിലർക്ക് നിർബന്ധമാണ് കല്യാണം കഴിക്കൽ, അതായത് കല്യാണം കഴിക്കൽ ഒഴിച്ചാൽ കുറ്റം കിട്ടും. ചിലരെ സംബന്ധിച്ച് കല്യാണം കഴിക്കൽ ഹറാമാണ്, കല്യാണം കഴിച്ചാൽ കുറ്റം കിട്ടും. ചിലരെ സംബന്ധിച്ച് കല്യാണം കഴിക്കൽ കറാഹത്താണ്, ഒഴിവാക്കിയാൽ പുണ്യം കിട്ടും, എടുത്താൽ കുറ്റമില്ലെങ്കിലും. സാധാരണഗതിയിൽ അത് പുണ്യമുള്ള കാര്യമാണ്, എടുത്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വാചകമാണ് റസൂലുള്ളാഹിന്റെ തിരുചര്യയാണ് നിക്കാഹുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. ഈ തിരുചര്യയാക്കി നിശ്ചയിച്ചിട്ടുള്ള ഈ നിക്കാഹ ജീവിതം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, ആണും പെണ്ണുമായി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള വർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു തആല ഇത് നിയമമാക്കിയത് എന്ന് ആമുഖമായി നാം പഠിക്കുക. ഇത്തരം ഒരു സുന്നത്ത്, ഈ സുന്നത്തുമായി ബന്ധപ്പെടാൻ പ്രചോദനം ലഭിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്തിനാണിത്, എന്തുദ്ദേശിച്ചുകൊണ്ടാണ് ശറഅ് ഇത് നബിചര്യയാക്കി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആദ്യം വിലയിരുത്തണം. ഞാനിതും 1, 2, 3 എന്നിങ്ങനെ എണ്ണിപ്പോകുന്നേ ഉള്ളൂ. വിശദീകരിച്ചാൽ അത് വിശദീകരിക്കാൻ വരും ദിവസങ്ങൾ. എന്നാൽ കല്യാണം കഴിക്കുന്നത് കോട്ടവുമില്ലേ, ആ കോട്ടവുമുണ്ട്. കോട്ടം മനസ്സിലാക്കിയിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെടണം. നേട്ടകോട്ടങ്ങൾ വിലയിരുത്തി വേണമല്ലോ അള്ളാഹുവിന്റെ ദീനിന്റെ ഈ നിയമം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രേരണ നൽകുവാൻ വേണ്ടി അല്ലാഹു തആലാന്റെ റസൂലിനിക്ക് സുന്നത്താക്കി ഇത് നിശ്ചയിച്ചിട്ട് ലോകത്തിന്റെ മുൻപിൽ മാതൃക കാണിക്കുവാൻ നിദാനമായ ഇതിന്റെ നേട്ടങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വിവരിക്കട്ടെ. ഈ നേട്ടം കരുതിക്കൊണ്ടും ഈ നേട്ടം ലക്ഷ്യമാക്കിയും ദാമ്പത്യ ജീവിതത്തിലേക്ക് നയിക്കുന്ന ആളുകൾക്ക്, ആണിനും പെണ്ണിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കിയിട്ട് ഈ ദാമ്പത്യ ജീവിതം മാറ്റും. ഇതാണ് റസൂലുള്ളാഹിന്റെ ജീവിത മാതൃക. രാത്രി മുഴുക്ക നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം തന്റെ ഭാര്യമാരത്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശയിച്ചതിനും കൂടിക്കിടന്നതിനും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ലഭിക്കണമെങ്കിൽ എന്തു വേണം?
എന്താണ് ഇതിന്റെ നേട്ടമെന്നും എന്തിനാണ് നിക്കാഹെന്നും എന്തിനാണ് അള്ളാഹു ഇത് നിയമമാക്കിയതെന്നും നമ്മൾ പഠിക്കണം. ഇത് പഠിച്ചിട്ട് ചെയ്യണം. സാമ്പ്രദായികമായി നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കാറുണ്ട്. നമ്മളും കല്യാണം കഴിക്കാൻ ഒരു ജീവിതമൊക്കെ വേണ്ടേ എന്നെങ്ങനെ തീരുമാനിച്ചാൽ നാടൻ മട്ടിൽ എല്ലാവരും ചെയ്യുന്ന നിക്കാഹാവും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം എന്ന് പ്രത്യേകം അതിന് പറയേണ്ടതില്ല. എല്ലാ മതസ്ഥരും എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും വിവാഹ ജീവിതം നയിക്കുമല്ലോ. അതെന്തിനാണ്? ഒരു ജീവിതം വേണം, നല്ലൊരു ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി ഒരു സഖി ഒരു പുരുഷനും വേണം, ഒരു സഖാവ് ഒരു സ്ത്രീക്കും വേണം. അങ്ങനെ സഖാവും സഖിയുമായി ഇണയും തുണയുമായി രണ്ടു കൂട്ടർ ജീവിച്ചു വരുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള നിക്കാഹ് അല്ലെങ്കിൽ ദാമ്പത്യം. ഇതുപോരാ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇടപാടുകളും പ്രവർത്തനങ്ങളും മുഴുക്കെ അല്ലാഹുവിനുള്ള ഇബാദത്താകണം, ആക്കണം. നിക്കാഹും അല്ലാഹുവിനുള്ള ഇബാദത്താകണം. എങ്ങനെ ഇബാദത്താക്കും? ഇബാദത്താക്കാനുള്ള മാർഗമാണ് ശറഈയായി ഇതിന്റെ ലക്ഷ്യമെന്ത്, മാനദണ്ഡമെന്ത്, ഉദ്ദേശമെന്ത് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കോട്ടമെന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കോട്ടത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പരിശ്രമിക്കുക. നാടൻ ദാമ്പത്യ ജീവിതമാണോ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടത്? അതല്ല ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതമാണോ? ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതമാണ് ഇവിടെ വിഷയം വെച്ചത്. അതാണല്ലോ നമുക്ക് ആവശ്യവും. ഈ ആവശ്യത്തിന് ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതമാകുവാൻ നിക്കാഹിന്റെ ഏതാനും നേട്ടങ്ങൾ നമ്മൾ വിലയിരുത്തുക. ഈ നേട്ടം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുക, ഈ നേട്ടമാണോ നമ്മുടെ മുൻപിലുള്ളത്, അതല്ല സാധാരണ നാടന്മാരൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാടോ എന്ന്. ഒന്നാമത്തെ നേട്ടം ശറഈ ഇതിന്റെ മുന്നിൽ കാണുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടവും മക്കളുണ്ടാകുക തന്നെ. ശരി, മക്കളുണ്ടാകുക, ഇതാണ് നിക്കാഹിന്റെ ഏറ്റവും വലിയ നേട്ടം. ഞാൻ ചുരുക്കി ഇങ്ങനെ പോവാം. അള്ളാഹു ഈ ലോകത്ത് ചെയ്യുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച്, അടിയങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവർക്ക് സന്താനങ്ങൾ നൽകുക എന്നത്. നല്ല സന്താനങ്ങളാകുമ്പോൾ നിഅമുല്ലില്ലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹന്ന നജാബത്തുൽ ഔലാദി. അള്ളാഹുവിന്റെ നിഅമത്തുകൾ എമ്പാടുമുണ്ട്, ജനങ്ങൾക്ക് നൽകുന്ന നിഅമത്തുകൾ. ആ നിഅമത്തിന്റെ സംഘത്തിൽ വെച്ച് ഏറ്റവും മഹത്തായത് നജാബത്തുൽ ഔലാദ്, മക്കളൊക്കെ നല്ല നജീബുകളാവുക എന്നാണ്. ഇത് ഞാനാവുക എന്നല്ല ഈ പറയുന്നതിനർത്ഥം, അറബ് വാക്കാണ്. എല്ലാ മക്കളും നജീബാവുക. ഇങ്ങനെ വന്നാല് അള്ളാഹു നൽകുന്ന നിഅമത്തിലെ ഏറ്റവും വലിയ നിഅമത്താണ്. അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ച ഒരു ഹദീസിന്റെ സാരാംശമാണ് ഈ പദ്യം. ഏറ്റവും സുന്ദരമായ അള്ളാഹുവിന്റെ ഈ നിഅമത്ത് തന്നെയാണ് നിക്കാഹ് കൊണ്ട് സാധിക്കുന്ന ഒരു നിഅമത്ത്. ഒരാൾക്ക് പുരുഷനെ സംബന്ധിച്ചിടത്തോളം മകനും കുഞ്ഞും ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം വ്യവസ്ഥ ചെയ്യുന്ന നിക്കാഹുമായി ബന്ധപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗം അതിനില്ല. ഉമ്മക്ക് വേറെയും മാർഗം കാണും. എന്താ? ഉമ്മാക്ക് കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ പ്രസവിച്ച കുട്ടിയുടെ ഉമ്മ പ്രസവിച്ച തള്ളയാണ്. അതെങ്ങനെ പ്രസവിച്ചാലും കൊള്ളാം, പ്രസവിക്കേണ്ട കുഞ്ഞ് എങ്ങനെ ഉണ്ടായാലും കൊള്ളാം. കുഞ്ഞിനെ പ്രസവിച്ചാൽ പ്രസവിച്ച തള്ളയാകും, ഉമ്മയാകും, മകനാകും. ബാപ്പാക്ക് ഇതിന് നിവൃത്തിയില്ല. ബാപ്പാക്ക് എന്ത് വേണം? പ്രസവിച്ച ആ പെണ്ണിനെ അവൻ കല്യാണം കഴിക്കണം. അവന്റെ വിവാഹത്തിലായിക്കൊണ്ട് അവന്റെ നിക്കാഹ് കർമ്മത്തിന് ശേഷം 6 മാസത്തിന്റെ ശേഷമായിട്ട് വേണം തന്റെ ഭാര്യ പ്രസവിക്കാൻ. താൻ നിക്കാഹ് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കപ്പെടുന്ന, താനും ആ പെണ്ണുമായി ബന്ധപ്പെട്ടതിനു ശേഷം ഒരു 4 വർഷത്തിനുള്ളിലായി പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന്റെ പിതൃത്വം മാത്രമേ ഈ പ്രസവിച്ച പെണ്ണിന്റെ ഭർത്താവിന് ശറഈ നൽകുന്നുള്ളൂ. അല്ലെങ്കിൽ ശറഈല് ബാപ്പാ സ്ഥാനം കിട്ടൂല. അപ്പൊ പുരുഷനിക്ക് ബാപ്പയാകണമെങ്കിൽ, പുരുഷനിക്ക് കുഞ്ഞുണ്ടാകണമെങ്കിൽ ശറഈന്റെ കാഴ്ചപ്പാടിൽ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിക്കാഹ് അല്ലാതെ മറ്റൊരു മാർഗമില്ല. എന്തിനാണ് ഈ നിക്കാഹിൽ ഇത് പ്രത്യേകം വെക്കുന്നത്? ഇതിൽ ഞാൻ വിവരിക്കട്ടെ. ഒരു 4 നേട്ടം മക്കളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാനുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട ഈ നേട്ടം ചെറുതല്ല. ഒരാൾ അധ്വാനിച്ചുകൊണ്ട് അല്ലാഹുവിനെ വേണ്ടി ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന നേട്ടം പോലത്തെ നേട്ടം, ഇതിന്റെ നേട്ടം ആഖിറത്തിലേക്ക് വെക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ വിചാരിച്ചാൽ മക്കളുണ്ടാകുന്ന നേട്ടം കൊണ്ട് അവനിക്ക് ഇത് നേട്ടമാക്കാൻ പറ്റും. ഒന്നാമതായി, എന്തിനാണ് മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നത്? ഏതു സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും മനുഷ്യൻ ചെയ്യുന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണല്ലോ.
അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ സ്നേഹവും നേടുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹു തആലാന്റെ ഒരു വകുപ്പാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്ന അവന്റെ ഒരു ഇണയിലൂടെ ഒരു കുഞ്ഞുണ്ടായി കാണുക, അവന് മക്കളുണ്ടായി കാണുക എന്നത്. അവൻ എന്ന് ഞാൻ പറയുന്നത് പുരുഷനെ മുൻനിർത്തിയാണ്. എന്റെ ഉമ്മപഞ്ഞന്മാർക്കും ഇത് ബാധകമാണ്. അള്ളാഹുവുമായിട്ടുള്ള സ്നേഹബന്ധം ശരിപ്പെടുത്തുവാനും പടച്ചവന്റെ മഹബത്ത് നേടുവാനും കുഞ്ഞുണ്ടാക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. എന്താണ് ഈ മഹബത്ത്? ഇതൊന്ന് നമുക്ക് ചിന്തിക്കാം. എനിക്കൊരു ലേശം പ്രദേശമുണ്ട് എന്ന് വെച്ചോളി, 1 ഏക്കർ പാടം. ഈ 1 ഏക്കർ പാടത്ത് എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളും കൃഷിവസ്തുക്കളും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുകയും അതിനുവേണ്ട വിത്തുക്കളും അതിനുവേണ്ട വസ്തുക്കളും ധാന്യങ്ങളും ഞാനതിന് ശേഖരിക്കുകയും പണിക്കാരെ നിശ്ചയിക്കുകയും ആ പണിക്കാർക്ക് വേണ്ട ഉരുപ്പടികളും വസ്തുക്കളും നൽകുകയും അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയുള്ള പണമൊക്കെ സ്വരൂപിക്കുകയും ചെയ്തിട്ട് പണിക്കാരെ വരുത്തിയിട്ട് അവരെ പണിയങ്ങ് ഏൽപ്പിച്ചാൽ ഈ ഏൽപ്പിക്കുന്ന ആളുകൾ പണിയെടുത്തുകൊണ്ട് എന്റെ ആ 1 ഏക്കർ പാടത്ത് ശരിക്കും ഉൽപാദനം നടത്താൻ വേണ്ട പരിപാടി നോക്കിയെങ്കിലേ അവർ ഞാൻ തീരുമാനിച്ച എന്റെ യഥേഷ്ടത്തിനും എന്റെ ഇഷ്ടത്തിനും അനുസരിച്ചിട്ടുള്ള പ്രവർത്തകരായി മാറൂ. അള്ളാഹുവും ചെയ്തിരിക്കുന്നത് മനുഷ്യകുലത്തെ സംബന്ധിച്ചിതാണ്. മനുഷ്യന്റെ കുലത്തിൽ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനും ഗർഭം ധരിക്കുവാനും പറ്റുന്ന വിളമുള്ള നല്ല വിളഭൂമിയാക്കി അള്ളാഹു താനെ വെച്ചു. ആ വിളഭൂമിയിൽ വിത്തിറക്കാനും ധാന്യം ഉൽപ്പാദിപ്പിക്കുവാനും വേണ്ട വിത്തുകളും അതിനുവേണ്ട ഉൽപാദനോപകരണങ്ങളും ആയോധനോപകരണങ്ങളും നൽകിയിട്ട് അള്ളാഹു തആല പുരുഷനെയും ബഹുമാനിച്ചു, ആണിനെയും പെണ്ണിനെയും നിജപ്പെടുത്തിയിട്ട് കൃഷി ഇറക്കാൻ വേണ്ടി അള്ളാഹു തആല ആഹ്വാനം ചെയ്ത് നിയമിച്ചു. നിസാഉകും ഹർസുൽ ലക്കും ഫൗതു ഹർസകും അന്നാ ശിഅ്തും ഖാല അല്ലാഹു അസ്സ വജൽ. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമിയെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചാലും നിങ്ങൾ എങ്ങനെ ഉൽപാദനം നടത്തിയാലും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഹലാലായ വഴിക്കാണെങ്കിൽ നിങ്ങൾ ആ പരിപാടി നടത്തുകയും നിങ്ങൾ ഉൽപാദന പ്രക്രിയ ശരിക്കും നിർവഹിക്കുകയും വേണമെന്ന് അള്ളാഹു തആല നിർദ്ദേശിച്ചിരിക്കുന്ന ഈ നിർദ്ദേശം തനിക്ക് ഇണയാക്കി വെച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിയിട്ട് തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു പെണ്ണിന് നിക്കാഹ് ചെയ്തിട്ട് ആ നിക്കാഹിലായിട്ട് ജീവിക്കുകയും ഉൽപാദനം വേണ്ട വിധത്തിൽ നടത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആണിനെ കണ്ടാൽ പെണ്ണിനും പെണ്ണിനെ കണ്ടാൽ ആണിനും പ്രത്യേകമായൊരു ഇമ്പം, പ്രത്യേകമായൊരു ആകർഷണം, പ്രത്യേകമായൊരു ചായ്വ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. എന്റെ വയസ്സന്മാരും ചെറുപ്പക്കാരും ഒക്കെ കൂടിയിരുന്ന സദസ്സായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലും ഇങ്ങനെ കൂടി മനസ്സിലാക്കാം. പരിമിതമായ പദല്ലേ പറ്റൂ. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞ വാക്കുകളെ കൊണ്ടേ നമ്മൾ ഉപയോഗിക്കാൻ പറ്റൂ. കുഞ്ഞുങ്ങളും മക്കളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അല്ല വെറും ചെറുപ്പക്കാരാണെങ്കിൽ നമുക്ക് ശരിക്കൊന്ന് കശകായിരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഈ രീതി, അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഈ സെറ്റപ്പ് വ്യവസ്ഥ, ആണിനും പെണ്ണിനും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന രൂപം നിങ്ങളൊന്നും ഇങ്ങനെ വിലയിരുത്തി നോക്കിയാണ്. എന്തെല്ലാം പടപ്പത്തരത്തിലെ മാറ്റം! എന്തിനാണ് അല്ലാഹു ഇതൊക്കെ വെച്ചിരിക്കുന്നത്? പെണ്ണിങ്ങനെ നിന്നാൽ ആണിങ്ങനെ നിന്നാൽ വ്യവസ്ഥ, ആണിനും പെണ്ണിനും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന രൂപം നിങ്ങളൊന്നും ഇങ്ങനെ വിലയിരുത്തി നോക്കിയാണ്. എന്തെല്ലാം പടപ്പത്തരത്തിലെ മാറ്റം! എന്തിനാണ് അല്ലാഹു ഇതൊക്കെ വെച്ചിരിക്കുന്നത്? പെണ്ണിങ്ങനെ നിന്നാൽ ആണിങ്ങനെ നിന്നാൽ അവർ രണ്ടുപേരുടെയും ബോഡിയിലേക്ക് നോക്കുമ്പോൾ വലിയ മാറ്റമുണ്ടല്ലോ. മുന്നിൽ നോക്കിയാലും മാറ്റമുണ്ട്, പുറകിൽ നോക്കിയാലും മാറ്റമുണ്ട്. എന്തിനാണ് അല്ലാഹു ഈ വ്യവസ്ഥയിൽ വെച്ചിരിക്കുന്നത്? ശരിയായ വ്യവസ്ഥ ഇതിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. ചിലർക്കൊക്കെ ആണിനും പെണ്ണിനും ഒന്നാക്കണം, ഒരേപോലെ ആക്കണം. ഇതിനൊരു പരിശ്രമാച്ചലേ. എല്ലാ ഇടങ്ങളിലും ആണും പെണ്ണും, ആണുള്ളവർക്കൊക്കെ പെണ്ണും വേണം, പെണ്ണുള്ളവർക്കൊക്കെ ആണും വേണം, ഒന്നിച്ചു പോകണമെന്നാണ്. അതിപ്പോ നമുക്ക് ആവശ്യമില്ല, ഇരിക്കട്ടെ. ആണിനെ ആണായും പെണ്ണിനെ പെണ്ണായുമാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സൃഷ്ടിച്ചത് തന്നെ പരസ്പരം ആകർഷണത്തിലും ഒന്നാകുവാനും വേണ്ടിയാണ്. ഒന്നാകുവാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഈ സൃഷ്ടിപ്പ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത് എന്തിനാണ്? കാര്യമായും മനുഷ്യൻ എന്ന് പറയുന്ന വർഗത്തെ ഇവിടെ ഉണ്ടാക്കേണ്ട ചുമതല മനുഷ്യനെ തന്നെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു പണ്ടൊരു ഇണയെ പടച്ചു, ആദം നബി അലൈഹിസ്സലാമിനെയും ആദം നബിയുടെ വാരിയലിൽ നിന്നെടുത്തിട്ട് ഹവ്വ എന്ന തന്റെ ഇണയെയും ഈ ഒരാണിനെയും പെണ്ണിനെയും പടച്ചതിന് ശേഷം അല്ലാഹുവിന്റെ അവസ്ഥ ഖിയാമത്ത് നാൾ വരേക്കും അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് ഉമ്മമാർ പ്രസവിച്ചിട്ട് കുഞ്ഞുണ്ടാകണമെന്നാണ്.
ഈസാ നബി അലൈഹിസ്സലാം പോലും ഇതിന് അപവാദമല്ല. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പുരുഷന്റെ സ്പർശമേൽക്കാതെയാണ് കുഞ്ഞായതെങ്കിലും ആ ഈസാ നബി അലൈഹിസ്സലാമിനെയും സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കുന്നത് പോലെയാണ് മറിയം റളിയല്ലാഹു അൻഹാ പ്രസവിച്ചത്. അങ്ങനെ പ്രസവിച്ചുണ്ടായ കുഞ്ഞുങ്ങൾ മാത്രമേ ഖിയാമം വരെ ഇനി ഈ ലോകത്ത് മനുഷ്യരിലുള്ളൂ. ഇതെങ്ങനെ നടക്കും? അള്ളാഹു നിശ്ചയിച്ചത് മനുഷ്യരെ കൊണ്ട് തന്നെ അള്ളാഹു നടത്തണം, നമ്മൾ നടത്തണം. അപ്പൊ അള്ളാഹു തആല ഈ ലോകത്തെ പടച്ചിട്ട് ഈ ലോകം നിയന്ത്രിക്കുവാൻ വേണ്ട മനുഷ്യനെ ചുമതലപ്പെടുത്തിയിട്ട് ആ ചുമതലപ്പെടുത്തപ്പെട്ട മനുഷ്യനെ ഇവിടെ ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെ ധർമ്മം പുലർത്തുകയാണ്. അള്ളാന്റെ നടപടി, അള്ളാന്റെ നടപടിക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന് വേണ്ടി സേവനം ചെയ്യുന്നവനാണ് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടാക്കുന്നവൻ. പക്ഷെ നമുക്ക് ഇതുമാത്രം കേട്ടൂടി കുഞ്ഞുങ്ങൾ പറയുന്നു. അത് ഒന്നോ രണ്ടോ ഞാരെയോ ഇങ്ങനെ നിർത്തും. വേണ്ടാന്ന് ഏതായാലും പറ്റൂല. കാരണം ജീവിതത്തിന് അർത്ഥം മനുഷ്യന് കിട്ടൂലല്ലോ. അത് നാടൻ മട്ടിൽ നമ്മൾ മനസ്സിലാക്കി. ജീവിതത്തിന്റെ അർത്ഥത്തിന് ഒന്നോ രണ്ടോ മതി. ഇത് സാധാരണഗതിയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പരക്കെയായി പോയിട്ടുണ്ട്. ഇനി ഉദ്യോഗസ്ഥന്മാർക്കും ഇതിലൊക്കെ വലിയ നിയന്ത്രണങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ധർമ്മം മനുഷ്യവർഗം ഇവിടെ എത്ര ഉണ്ടായാലും അള്ളാന്റെ ഭൂമി വിശാലാണ്. നമ്മൾ വിചാരിക്കൂലേ ഭൂമിയിൽ തിന്നാൻ കിട്ടൂല, ഭൂമിയിൽ കുടിവെക്കാൻ സ്ഥലം കിട്ടൂല, വീടുണ്ടാക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പരന്ന് കിടക്കുകയാണ് ഭൂമി. പ്രവിശാലമായ ഭൂമി, എത്ര സ്ഥലം ഒഴിവുണ്ട്. അവിടെയൊക്കെ മനുഷ്യനുണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യനെയാണ്, നമ്മളെയാണ്. അപ്പൊ നമ്മളെല്ലാവരും 10 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയാൽ അള്ളാഹുവിന്റെ 10 പടപ്പുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആരാ ഉണ്ടാക്കുന്നത്? അള്ളാഹു പടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പരിശ്രമിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അധ്വാനിച്ച് പ്രയത്നിച്ചാൽ ആ പ്രയത്നത്തിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയിട്ട് മനുഷ്യരായ അള്ളാഹുവിന്റെ ഏറ്റവും വീര്യപ്പെട്ട പടപ്പുകളെ പടക്കുകയാണ്. അള്ളാഹ് പടക്കുന്നതാണ് എന്നൊക്കെ ഇത് മനസ്സിലാക്കാൻ നമ്മൾ നിന്നാൽ വളരെ ഗഹനമായി മനസ്സിലാക്കാൻ കഴിയും. എത്രയെത്ര മനുഷ്യരാൻ കല്യാണം ചെയ്തിട്ടൊരു പൂവദനം കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നോമ്പ് നോറ്റ് നേർച്ച നേർന്ന് കഷ്ടപ്പെട്ട് ദ്വായിരപ്പിച്ച് മടുത്തവർ, ഒരു കുഞ്ഞിക്കാലു കാണാൻ, ഒരു പൊന്നുവദനം കാണാൻ വേണ്ടി മനസ്സ് നോവിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അധ്വാനിക്കാഞ്ഞിട്ടല്ല, പ്രയത്നിക്കാഞ്ഞിട്ടല്ല, ചികിത്സ നടത്താഞ്ഞിട്ടല്ല, പല വിധത്തിൽ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, അല്ലാഹു തആല അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവർക്ക് വേണ്ടി ഒരു പടപ്പിനെ പടച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. നേരെ മറിച്ച് ചിലർക്കോ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടും മക്കളങ്ങനെ ഉണ്ടാകുന്നു, വേണ്ടാന്ന് ആഗ്രഹിച്ചിട്ടും മക്കളങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് യഹബു ലിമൻ യശാഉ ദുകൂറ യഹബു ലിമൻ യശാഉ ഇനാഹം വയഹബു ലിമൻ യശാഉ ദുകൂറ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു പെൺകുട്ടികളെ തന്നെ നൽകുന്നു, ഓശാരമായി നൽകുന്നു. അള്ളാന്റെ പ്രയോഗമാണിത്. നമുക്ക് സങ്കടം തോന്നും. അള്ളാഹ് പറയുന്നതോ ഓശാരമായി പെൺകുട്ടികളെ നൽകുന്നു. ഒരു കൂട്ടം ആളുകൾക്ക് ആൺകുട്ടികളെ തന്നെ നൽകുന്നു, വേറൊരു കൂട്ടം ആളുകൾക്ക് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും നൽകുന്നു. ഇതൊക്കെ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ അല്ലാഹു ഈ നൽകുന്ന പ്രക്രിയ തുടരുന്നത് മനുഷ്യൻ ദാമ്പത്യ ജീവിതം എന്ന ജീവിതം നയിച്ച് പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ പരിശ്രമം അള്ളാഹുവിന്റെ ധർമ്മവും പടപ്പത്തരവും ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ലേ? നമ്മളൊരാൾ കൃഷിഭൂമിയിലേക്ക് പോകേണ്ട ആയുധം നൽകിയിട്ട്, പണം നൽകിയിട്ട്, ചെയ്യടോ വേലാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അയാൾ മമ്മൂട്ടി പിടിച്ച്, കൈക്കോട്ട് പിടിച്ച്, ആയുധം പിടിച്ച് യാതൊന്നും ചെയ്യാതെ ഇങ്ങനെ നിന്നാൽ അയാളോട് നമുക്ക് ദേഷ്യമോ കോപമോ സന്തോഷമോ തോന്നുക? നിശ്ചയമായും ദേഷ്യം തോന്നും. അള്ളാഹുവിനും അങ്ങനെ തന്നെ. നമ്മളെ കയ്യിൽ അള്ളാഹു ഉൽപ്പാദിപ്പിക്കാനുള്ള ഭൂമി തന്നു, നമുക്കിഷ്ടപ്പെട്ട പെണ്ണെ. ആ പെണ്ണിൽ കൃഷി ചെയ്യാനുള്ള ഉപകരണം തന്നു, നമ്മുടെ ശരീരത്തിലുള്ള ചില അവയവങ്ങൾ. അതുകൊണ്ട് കൃഷി ചെയ്യാൻ വേണ്ട സൗകര്യം നൽകി അല്ലാഹു തആല ഒരുക്കി തന്നു. എന്നിട്ട് കൃഷി ചെയ്യൂ അല്ലാഹു ആഹ്വാനം ചെയ്യുന്നു. ഈ നിർദ്ദേശം നടപ്പാക്കുന്നത് പടച്ച തമ്പുരാൻ ഇവിടെ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്താനും വികസിപ്പിക്കാനും വർഗോത്പാദനം നടക്കുവാനും വേണ്ടി അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥിതിയെ സഹായിക്കുകയാണ്. ഇതിനെ അട്ടിമറിക്കുന്നതോ അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്നതുമാണ്. അപ്പൊ അത് അട്ടിമറിക്കാൻ നിൽക്കാതെ അല്ലാഹുവിന്റെ വ്യവസ്ഥിതി ഇവിടെ പൂർണ്ണമായും സാർത്ഥകമാകാൻ, യാഥാർത്ഥ്യമാകാൻ വേണ്ടി പരിശ്രമിക്കുന്നത് അല്ലാഹുവിന്റെ മഹബത്തും ഇഷ്ടവും ഇങ്ങോട്ട് സമ്പാദിക്കുന്ന ഒരിടപാടാണ്. ഒന്ന്
രണ്ടാമത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് നേടാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, തനാകഹു വതനാസലു ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിക്കാഹ് ചെയ്തോളൂ, കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചുകൊള്ളൂ, ഇഷ്ടം പോലെ മക്കളുണ്ടാകട്ടെ, എനിക്കും അതിൽ നേട്ടമുണ്ട്. ഫഇന്നി ഉബാഹി ബികും, നിങ്ങളെ കണ്ട് പത്രാസ് പറയാൻ കാത്തിരിക്കുകയാണ് ഞാൻ. നാളെ മഹ്ശറിൽ വരുമ്പോ ഓരോ നബിമാർ അവരുടെ സമുദായത്തെ പിന്നിൽ നിർത്തിക്കൊണ്ട് മഹ്ശറിൽ സമ്മേളിക്കുമ്പോ എന്റെ ഉമ്മത്തിനെ കൊണ്ട് ഞാനും ഹാജരാകും. എന്റെ പതാകയ്ക്ക് കീഴിൽ എന്റെ ഉമ്മത്ത് സമ്മേളിക്കുമ്പോ എന്റെ ഉമ്മത്തിന്റെ പെരുപ്പം ഒന്നാകെ കാണിച്ചു കൊടുത്തിട്ട് സകല അമ്പിയാക്കന്മാരോടും അവരുടെ സമുദായത്തോടും എന്റെ ഉമ്മത്തിന്റെ വർധനവ് കൊണ്ട് പത്രാസ് പറയാൻ കാത്തിരിക്കുന്നു ഞാൻ. അതിനെന്നെ നിങ്ങൾ സഹായിക്കണം. ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ആഹ്വാനമാണ്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരോടും കല്യാണം കഴിച്ചിട്ട് മക്കൾ വേണ്ടെന്ന് തീരുമാനിച്ച ചെറുപ്പക്കാരോടുമാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. കല്യാണം ചെയ്തോ, മക്കളുണ്ടാകട്ടെ. നിങ്ങൾക്ക് തൽക്കാലം നഷ്ടം തോന്നിയെന്ന് വന്നേക്കാ, പ്രയാസം തോന്നിയെന്ന് വന്നേക്കാ, ജീവിതം ക്ലിഷ്ടമാകുമെന്ന് ആശങ്ക വന്നേക്കാ. പക്ഷെ നിങ്ങൾ ആശങ്കിക്കുന്നതല്ല വസ്തുത. ക്ലിഷ്ടജീവിതം നയിക്കുന്നവനും മക്കളില്ലാതെ സന്തോഷിച്ച് ജീവിക്കുന്നവനും നാളെ ഖിയാമത്ത് നാളിൽ വന്നിട്ട് അവിടെ നിന്ന് തുടങ്ങുന്നതാണ് സാക്ഷാൽ ജീവിതം. ആ ജീവിതത്തിങ്കലേക്ക് നിങ്ങൾ എന്റെ മുമ്പിലെത്തുമ്പോ എന്റെ സമുദായത്തെ പെരുപ്പിക്കാനും എനിക്ക് മറ്റുള്ളവരോട് പത്രാസ് പറയാനും നിങ്ങൾ അംഗങ്ങൾ വർദ്ധിക്കണം. ഈ സമുദായത്തിൽ ആളുകൾ കൂടണം. അതിന് നിങ്ങൾ മെനക്കെടണം. ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ കാത്താണ് ഞാൻ ഇരിക്കുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇത് കാത്തിരിക്കുന്ന റസൂലുള്ളാഹിനെ സഹായിക്കാൻ എന്റെ ചെറുപ്പക്കാരെ നമുക്ക് ബാധ്യതയില്ലേ? നബിന്റെ ഉമ്മത്തെന്ന നിലക്ക് നമുക്ക് അല്ലാഹു തആല ചുമതലപ്പെടുത്തിയ ഒരു ചുമതലയല്ലേ? ചുമതലയെന്ന് മനസ്സിലാക്കിയിട്ട് ഇതും മക്കളിലൂടെ നമുക്ക് നേടാൻ കഴിയും. രണ്ട്, മൂന്നാമത്തെ ഒന്ന് നോക്കൂ നിങ്ങൾ. മക്കളുണ്ടായാൽ നല്ല മക്കളാകുക. എന്നാൽ കിട്ടാൻ പോകുന്ന നേട്ടം എന്താണെന്നറിയോ? അവരുടെ ദുആയും പ്രാർത്ഥനയും ഉമ്മാക്കും ബാപ്പാക്കും കിട്ടുന്നത് വല്ലാത്ത നേട്ടമാണ് ആഖിറത്തിലേക്ക്. ഇത് നമുക്കറിയാവുന്ന നേട്ടമാണ്. എല്ലാ അമലുകളും മനുഷ്യന്റേത് മരണത്തോടുകൂടെ മുറിഞ്ഞു പോകും. മൂന്നെണ്ണം ഒഴിച്ച് മുറിഞ്ഞു പോകാത്തതുണ്ടെന്ന സുപ്രസിദ്ധമായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ അവസാനിപ്പിക്കുന്ന ഭാഗം ഔവലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാവിനും പിതാവിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ശരിയായ മക്കൾ. മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ, കർണാടകത്തിലെങ്കിൽ കർണാടകത്തിൽ, മനസ്സ് തിരിയുന്ന ഭാഷയിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അറബ് തിരിയണമെന്നില്ല. പടച്ചോനെ, എന്റെ ബാപ്പാക്ക് നീ പൊറുക്കണേ, എന്റെ ഉമ്മാക്ക് നീ കരുണ ചെയ്യണേ. എന്റെ ഉമ്മയും ബാപ്പയും എന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയവരാണ്, പോറ്റിയവരാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്ത് തിരിച്ചു നൽകാൻ പറ്റും? പണ്ടവർ ജീവിച്ച കാലത്ത് ഒന്നുമില്ലല്ലോ. ഞങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന കാലത്ത് എന്ത് സുഖമാണ്. അതിനു പകരം ഞങ്ങൾക്ക് അവർക്ക് ഇപ്പൊ ഖബറിന്റെ അകത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാനാവൂലല്ലോ. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിന് പകരം, ഞങ്ങൾ സുഖിക്കുന്ന സുഖത്തിനു പകരം, ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾക്കു പകരം നാളെ ആഖിറത്തിൽ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും നീ പകരമായി റഹ്മത്ത് ചൊരിയണേ നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാകണം സദ്വൃത്തരായ മക്കൾ. ഇതിന് വലിയ വിദ്യ വേണ്ട, ഇതിന് വലിയ വിജ്ഞാനം വേണ്ട, അറബ് ഭാഷ തിരിയേണ്ട. അവനവന്റെ മനസ്സിനറിയാവുന്ന ഭാഷയിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. ഖുർആൻ അറബിൽ പറഞ്ഞു വന്നേയുള്ളൂ. ഖുർആൻ അറബി ആയതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്ക മോശമില്ല, കർണാടകത്തിൽ പ്രാർത്ഥിക്ക മോശമില്ല. ഏത് നക്കിടി ഭാഷയിലും നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. ആർക്കാ നേട്ടം? മാതാവിനും പിതാവിനും. ഇത് മാതാവിനും പിതാവിനും മക്കളുണ്ടെങ്കിലേ കിട്ടൂ, ദ്വാർക്കുന്ന മക്കളായെങ്കിലേ കിട്ടൂ. അല്ലാഹു അത്തരം മക്കളാക്കി മാറ്റുമാറാകട്ടെ നമ്മുടെ മക്കളൊക്കെ. ഇനി ഇതില്ല, മക്കളുണ്ടായി പെട്ടെന്നങ്ങ് മരിക്കുന്നു, നമ്മൾ ആഗ്രഹിച്ചതുപോലെ വളരുന്നില്ല. എന്നാലോ, അതിലേറെ വലിയ നേട്ടം. നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ കുറ്റമില്ലാത്ത, പാപം ചെയ്യാത്ത, പ്രായം തികയാത്ത മക്കളായിക്കൊണ്ട് ദുനിയാവിൽ വെച്ച് മരിക്കുന്ന മക്കൾ അവരുടെ ഉമ്മാന്റെയും ബാപ്പാന്റെയും വസ്ത്രത്തിൽ പിടിച്ചു തൂങ്ങിയിട്ട് എന്റെ ഉമ്മാനെയും ബാപ്പാനെയും കൂട്ടാതെ ഞാൻ സ്വർഗത്തിലേക്കില്ലെന്ന് പാപമില്ലാത്ത മക്കളോട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി പറയുമ്പോൾ വാശി പിടിച്ചുകൊണ്ടവർ പറയുമെന്നും ആ വാശി അല്ലാഹു അവർക്ക് സമ്മതിച്ചു കൊടുക്കുമെന്നും ശഫീഉനാ റസൂലുള്ളാഹി. ഇത് ഞാൻ ഹദീസോടേണ്ട, നമുക്കൊക്കെ അറിയാവുന്ന പരമാർത്ഥമാണ്. എന്തുകൊണ്ടാണ് ഈ നേട്ടം കിട്ടുക? മക്കളുണ്ടായിട്ട് ചെറുപ്പത്തിൽ മരിച്ചുപോയാൽ.
വലുതായിട്ട് വളർന്നാൽ അത് മറ്റൊരു നേട്ടം, ചെറുപ്പത്തിൽ തന്നെ മരിച്ചാലോ അത് വേറൊരു നേട്ടം. ഈ നേട്ടമൊക്കെ ഉണ്ടാകുന്നത് ഏത് വിധേനയാണ്? മക്കളിലൂടെയാണ്. ഈ മക്കൾ ഉണ്ടാകലാണ് വിവാഹത്തിന്റെ ഏറ്റവും മുന്തിയ ആദ്യത്തെ ലക്ഷ്യം. ഈ ലക്ഷ്യം നേടാൻ പറ്റുന്ന പെണ്ണാകണം പെണ്ണിനെ നോക്കുമ്പോൾ ഒന്നാമതായി പരിഗണിക്കേണ്ടത്. ഒന്നാമത് ഞാൻ പറയുന്നത് ദീന് നോക്കണ്ടെന്ന് വെച്ചിട്ടല്ല, ഗുണങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ, ശാരീരിക ഗുണങ്ങൾ നോക്കുമ്പോൾ ആ ഗുണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത് നോക്കേണ്ടത് പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖൈറു നിസാഇകുമുൽ വലൂദുൽ വദൂദ് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇമാം ബൈഹഖി നിവേദനം ചെയ്യുന്ന ഹദീസ്, നിങ്ങളുടെ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും മുന്തിയ പെണ്ണുങ്ങള് സ്നേഹസമ്പന്നകളായ, കൂടുതൽ പ്രസരിക്കുന്ന വീരപ്രസ്ഥകളായ പെണ്ണുങ്ങളാണ്. നല്ലപോലെ പ്രസരിക്കുന്ന പെണ്ണുങ്ങൾ, അവർക്ക് നല്ലപോലെ നിങ്ങളോട് സ്നേഹവും ഉണ്ടാകും. സഫിയുനാ റസൂലുള്ളാഹി. അതൊരു കാര്യമാണ്. എന്റെ കുട്ടികളെ വാപ്പാന്നറിയുന്ന സ്നേഹം കുട്ടികളില്ലാത്ത ആൾക്ക് കിട്ടൂല. എന്റെ കുട്ടികളെ വാപ്പാന്നാണല്ലോ പെണ്ണ് പറയാ. അതൊരു 10 കുട്ടികളെ വാപ്പയാണെങ്കിൽ ഈ 10 കുട്ടികളെയും വാപ്പയാണ്. ഈ 10 കുട്ടികളുടെയും ചങ്ങാതിമാരോടും സുഹൃത്തുക്കളോടും പറയാം, എന്റെ നസീറാന്റെ വാപ്പ, എന്റെ സെഹിലാന്റെ വാപ്പ, എന്റെ മുഹമ്മദിന്റെ വാപ്പ, എന്റെ അബൂബക്കറിന്റെ വാപ്പ. അങ്ങനെയല്ലേ? ഇവരുടെ ഒക്കെ വാപ്പയായിരുന്നാൽ ആ വാപ്പയോട് എത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ വാപ്പ എന്ന നിലക്ക് വരുന്ന സ്നേഹം എത്രയാണ്? അതാണ് റസൂലും പറഞ്ഞത്, വീരപ്രസുക്കളായ പെണ്ണുങ്ങളാവട്ടെ. ആ പെണ്ണുങ്ങൾക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണും. അതാണ് മുന്തിയ പെണ്ണ്. പ്രസവിക്കാത്ത പെണ്ണോ? റസൂലുള്ള പറഞ്ഞൊരു വാചകം ഞാൻ പറയട്ടെ, ലഹസീറും ഫീ നാഹിയത്തിൽ ബൈത്ത് ഖൈറും മിൻ ഇംറാത്തിൽ ലാ തലിദു ഔ കമാ ഖാല റസൂലുള്ളാഹി. നിന്റെ വീടിന്റെ ഒരു മൂലയിൽ ചുരുട്ടി മടക്കി വെച്ചിരിക്കുന്ന പായയില്ലേ, കീറപ്പായ, ആ കീറപ്പായയാണ് പ്രസവിക്കാത്ത പെണ്ണിനേക്കാൾ ഭേദമെന്ന് ഖാല റസൂലുള്ളാഹി. പ്രസവിക്കാത്ത ഭാഗ്യം കെട്ട പെണ്ണിനെ കുറ്റം പറയുകയല്ല, പ്രസവിക്കാത്ത പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കുന്ന പുരുഷനെ പഠിപ്പിക്കുകയാൽ അത് വേണ്ട. ഞാൻ നോക്കുവല്ല മനുഷ്യൻ കല്യാണം കഴിക്കുമ്പോൾ ചിലപ്പോ ഒരു പെണ്ണുണ്ട്, അതിന് കുട്ടികളുണ്ട്, അവൾക്ക് സോക്കേട് വന്നു, ഇനി ഒരു പെണ്ണിനെ കെട്ട, ഞാനും നിങ്ങളും ആണെങ്കിൽ എന്താ നോക്കുക? തീർച്ചയായും ഇന്നത്തെ ഒന്ന് കുട്ടികളില്ലാത്ത നോക്കാന്നാ പറയാ, അല്ലേ? ആദ്യമാണെങ്കിൽ അങ്ങനെ നോക്കിയില്ല എന്നത്. വേണ്ട കുട്ടികളെ ഒരു പെണ്ണിലൂടെ കെട്ടിയിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കി ഇനി വേറൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ ആ പെണ്ണ് ഇരിക്കട്ടെ, ഇനി വേറൊന്ന് കിട്ടണോ? എന്താ പിന്നെ നോക്കുക? ഇനി 2 വഴിയിൽ കുട്ടികൾ വേണ്ട, ഇനി ഒരു കുട്ടികളില്ലാത്ത പെണ്ണിനെ കിട്ടണോ? അവരെയാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അതിലും ഭേദം മൂലക്കൽ വെച്ച കീറപ്പായയാണ് എന്ന് ശത്രുവിനാ റസൂലുള്ളാഹി. പിന്നെന്താ വേണ്ടത്? അതിലുണ്ടാകട്ടോ കുഞ്ഞ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തല്ലേ, അല്ലാഹു തആലാന്റെ അടിയങ്ങളല്ലേ. അള്ളാന്റെ അടിയങ്ങളും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുമതലയും ധർമ്മവും അള്ളാഹു നമ്മിൽ ഏൽപ്പിക്കുമ്പോ അവനെ നമ്മൾ അലസത കാണിക്കുകയോ വേണ്ടെന്ന് പറയുകയോ അരുത്. അപ്പൊ ഏറ്റവും വേണ്ടത് കുഞ്ഞുങ്ങളങ്ങനെ ഉത്പാദിപ്പിച്ചു കൊള്ളട്ടെ, കുഞ്ഞുങ്ങളങ്ങനെ ഉണ്ടായിക്കൊള്ളട്ടെ. നമ്മൾക്ക് അതിന്റെ ഉത്തരവൊന്നുമില്ല. ഏറെ വന്നാൽ കുറച്ച് അധ്വാനിക്കണം, കുറച്ച് വേദനിക്കണം. ഇനി വേദനിച്ച് ഇവരോട് മരിച്ചാൽ കുട്ടികൾ വെറുതെ മരിക്കും ഞങ്ങൾ വിചാരിച്ചില്ല. അള്ള കണക്കാക്കി ആയുസ് വരെ ഏത് കുട്ടിയും ജീവിക്കും, ആരും ജീവിക്കും. കഷ്ടപ്പെടുന്നവനും ജീവിക്കും, കഷ്ടപ്പെടാത്തവനും ജീവിക്കും. അള്ളാഹു നമ്മയൊക്കെ കഷ്ടപ്പെടുത്താതെ ജീവിപ്പിക്കുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് സഹിക്കാനും പൊറുക്കാനും കഴിയാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ വളരെ പുണ്യം കഷ്ടപ്പാടോടൊത്തും നമുക്ക് നേടാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ പുണ്യം ഇത് തന്നെ മനസ്സിലാക്കട്ടെ, മക്കളുണ്ടാകുന്ന പുണ്യത്തിന് ഇവിടെ എന്തു വേണം? ഇസ്ലാമിന്റെ സങ്കല്പ പ്രകാരം കല്യാണം കഴിക്കുക തന്നെ വേണം, വേറെ മാർഗമല്ല. വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ചവന് കല്ലാകുന്നു എന്നാണ് റസൂലുള്ള പറഞ്ഞു. അവന് ബുദ്ധിയില്ല. വലിൽ ആഹിരിൽ ഹജർ. വ്യഭിചരിച്ചവന് കല്ലാകുന്നു, അവന് കുട്ടികളല്ലാന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഏറ്റവള് കൊണ്ടുപോകട്ടെ കുട്ടിയെ. വലിൽ ആഹിരിൽ ഹജർ, വ്യഭിചരിച്ചവന് കല്ലാകുന്നു എന്ന് റസൂലുള്ള. അത്രയൊരു സംഭവത്തിലാണ് പറഞ്ഞ്. വ്യഭിചരിച്ചതിന്റെ ശേഷം കുട്ടിയുണ്ടായപ്പോ അത് എന്റെ കുട്ടിയാണ് എന്നും പറഞ്ഞിട്ട് വ്യഭിചരിച്ച ആള് രംഗത്ത് വന്നപ്പോഴാണ് റസൂലുള്ള പറഞ്ഞ്, പെണ്ണ് പെറ്റു, അവള് കൊണ്ടുപോകട്ടെ കുട്ടിയെ. വ്യഭിചരിച്ചവര് കല്ലാണ്, കുട്ടിയല്ലാന്ന് അല്ലാഹുവിന്റെ റസൂൽ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ വാചകം, നല്ല വാചകമാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തെ നേട്ടം നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ, സാധാരണ ഏത് വിഭാഗം ഉദ്ദേശിക്കും പോലെ തന്നെ, ഒരു പ്രായമെത്തിയാൽ ആ പ്രായത്തിൽ മനുഷ്യൻ ഉണരുന്ന ഒരു വികാരമുണ്ട്. എന്താണ് ആ വികാരം? പല വികാരമുണ്ട്. ദേഷ്യം തോന്നുമ്പോൾ ദേഷ്യവികാരം, ഭയം തോന്നുമ്പോൾ ഭയവികാരം, മറ്റു വികാരങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ അള്ളാഹു മനുഷ്യന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ഗുണത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രകൃതിയിൽ. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്
തോന്നിയാസമല്ല, കാമവികാരം എന്ന വികാരം. ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊരു ചീത്തയാണോ ഈ പറയുന്നത് തോന്നുന്നു. അങ്ങനൊന്നും വിചാരിക്കരുത്. അല്ല, ഇത് കോപം പറയും പോലെ ഒരു വികാരമാണ്. മനുഷ്യനാകെ അല്ലാഹു തആല പടച്ച വികാരങ്ങളെ 2-3 നമുക്കുണ്ട് ഒതുക്കാം. കാമം, ക്രോധം, മോഹം. ഞങ്ങളുടെ നാട്ടിൽ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമയുടെ പേരുണ്ട്. അപ്പൊ അത് കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് വേഗം ഓടിയെത്തും. കാമം, ക്രോധം, മോഹം. ഇത് വാസ്തവത്തിൽ സിനിമയുടെ പേരല്ല. അല്ലാഹു തആല ഒരു മനുഷ്യനിൽ തെറ്റിച്ചിരിക്കുന്ന വികാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം ഇത് 3. തിന്നാനും കുടിക്കാനും ആടാനും സുഖിക്കാനും രമിക്കാനും ഒക്കെയുള്ള മോഹം മോഹവികാരത്തിലാക്കാം. നേരെ മറിച്ച് പെണ്ണിന് ആണിനെ കിട്ടാനും ആണിന് പെണ്ണിനെ കിട്ടാനുമുള്ള മോഹത്തിന്റെ വികാരത്തിന്റെ പേരാണ് കാമം. ഇത് മനുഷ്യൻ തീർക്കണം. എങ്ങനെ തീർക്കണം? ഇത് മനുഷ്യൻ തീർക്കണമെങ്കിൽ ഹലാലായ വഴിക്കു തന്നെ തീർക്കണം. ആ ഹലാലായ വഴിക്കുള്ള തീർക്കൽ നടക്കണമെങ്കിൽ മനുഷ്യന് വിവാഹം കഴിക്കുക തന്നെ വേണം. ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മൻ നകഹ ഫഖദ് ഹസ്സന നിസ്ബദീനിഹി ഫല്യത്തഖില്ലാഹ ഫിശ്ശത്രിൽ ആഖിർ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാൽ അവന്റെ ദീനിന്റെ പകുതി ഭാഗത്തെ അവൻ കാത്തുകഴിഞ്ഞു. ഇനി ആ പകുതി ഭാഗത്തിന്റെ അപ്പുറമുള്ള മറ്റേ പകുതിയെ അവൻ മറ്റു നിലക്ക് പരിഹരിക്കുകയും. അത് മനുഷ്യന് തിരിയണമെങ്കിൽ പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാർക്ക് എന്തൊക്കെ കുറ്റം വരും എന്ന് അവർ ഉള്ളിൽ തട്ടിക്കൊണ്ടൊന്നിങ്ങനെ സംസാരിച്ചു നോക്കട്ടെ. ഇപ്പൊ മനസ്സിലാക്കാം. ബസ്സിലിരിക്കാൻ കഴിയോ, ട്രെയിനിലിരിക്കാൻ കഴിയോ, സ്കൂളിന്റെ മുന്നിൽ ഇരിക്കാൻ കഴിയോ, മറ്റേതെങ്കിലും ആളും പാളും കൂടുന്ന സ്ഥലത്ത് ഇരിക്കാൻ കഴിയോ എന്ന് ചെറുപ്പക്കാരൊന്ന് ചിന്തിക്കട്ടെ. ചെറുപ്പക്കാരികളും ആ കാണുന്ന കുറ്റങ്ങളൊക്കെ ഒരുവിധം തീരാൻ കല്യാണം കഴിച്ചു കൊടുത്താൽ തീരും. കുറെ ആളുകളെ ദണ്ഡിപ്പ് ഓനാള് മഹാമോശാണ്, ഓനാള് ശരിയില്ല എന്നൊക്കെ നമ്മൾ പറയല്ലോ. പിന്നെന്താ നമ്മളതിന് പരിഹാരം പറ? എല്ലാവരും കഴിച്ചു കൊടുത്താൽ തീരും. കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് അതൊക്കെ അത്യാവശ്യമൊക്കെ തീരും. ശരിയാ. അല്ലാണ്ട് റസൂലുള്ളാഹി പറഞ്ഞേ, ഒരാൾ കാത്താൽ പകുതി കാക്കാൻ കല്യാണം കഴിച്ചാൽ മതി. എന്താണ് ഇതിനർത്ഥം? മനുഷ്യന്റെ കുറ്റങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ട കുറ്റങ്ങൾ അധികവും വരുന്നത് അവന്റെ കാമാസക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റമാണ്. കണ്ണിന്റെ വ്യഭിചാരം, കൽബിന്റെ വ്യഭിചാരം, കയ്യിന്റെ വ്യഭിചാരം, കാലിന്റെ വ്യഭിചാരം, ഏത് അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹി. ഈ അവയവങ്ങളുടെ ഒക്കെ വ്യഭിചാരം അല്ലാഹു തആല തീർക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ്? തനിക്ക് തോന്നുമ്പോ ആ തോന്നുന്ന രീതിയിൽ തന്റെ കാമം ശമിപ്പിക്കാൻ ഹലാലായ ഒരു ഭാര്യ. ഇതെങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മനഃശാസ്ത്രപരമായ രീതിയിൽ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിന് കണ്ടെങ്കിൽ നമ്മളൊക്കെ മാതിരി റസൂലുള്ള ചിലപ്പോൾ ഒരു മനുഷ്യരങ്ങാകുകയാണ്. എന്തിന്? നമുക്ക് പഠിക്കാൻ, നമുക്ക് പഠിപ്പിക്കാൻ. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ ഒരു പെണ്ണ്, യാദൃച്ഛികമായ ഒരു പെണ്ണ് പോയപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണ് ആ പെണ്ണിൽ തറച്ചു. ഇത് സ്വാഭാവികമായി നടക്കും, അതിന് കുറ്റമില്ല. നോക്കുന്നതാണ് കുറ്റം, കാണുന്നത് കുറ്റമല്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഇത് രണ്ടും രണ്ടാണല്ലോ. വഴിയെ നടക്കുമ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഇത് നോക്കിയതല്ല, കണ്ടുപോയത്. വഴിയാവുമ്പോൾ കാണും. നമ്മുടെ നാട്ടിൽ കാണാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ വിടുന്നാ തോന്നുന്നത്. നമ്മളെ വക പെണ്ണുങ്ങളെങ്കിലും കാണൂലായിരുന്നു. മുഖമൊക്കെ മറച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ടേ പുറത്തിറങ്ങുള്ളൂ. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ നമ്മൾ ഇസ്ലാം ആകെ ഗൾഫിലാ, മക്കത്തും മദീനത്തും ചെയ്യാൻ വേണ്ടി അവിടെ ഒന്നായിട്ട് മുഖം തുറന്നിട്ടിട്ട് സറാനെന്ന് പെണ്ണ് കടന്നാൽ അതാ ഇസ്ലാം. ഇനി നമ്മൾ ഔട്ടുണ്ടെത്തും. നമ്മളെ നാട്ടിലൊക്കെ നിലവിലുള്ളതെല്ലാം തകർത്ത് ധരിപ്പണമാക്കും. ആവട്ടെ, പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപോയെങ്കിൽ ആ കണ്ടത് നിലനിർത്തിയിട്ട് വീണ്ടും നോക്കുന്നതോ കണ്ടതിങ്ങനെ നോക്കിപ്പിടിക്കുന്നതോ ആണ് കുറ്റം. യാദൃച്ഛികമായി കണ്ടത് കുറ്റമല്ല. അള്ളാഹുവിന്റെ റസൂൽ ഇതുപോലെ ഒരു പെണ്ണിനെ കണ്ടു. കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്താ ചെയ്തതെന്നറിയോ? വേഗം റസൂലുള്ളാഹിന്റെ മണവാട്ടിമാർ പാർക്കുന്ന അറകളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുൻപിലോ തൊട്ട് പുറകിലോ അള്ളാഹു കല്യാണം കഴിച്ച ഒരു പെണ്ണുണ്ട്, സൗദ റളിയല്ലാഹു അൻഹ. ആ സൗദാ ബീവി വയസ്സ് ചെന്നിട്ട് വയസ്സായ സൗദാ ബീവിയുടെ ആ ദിവസത്തെ പ്രയാണം പോലും ശയനം പോലും ആയിഷ ബീവിക്ക് ദാനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂൽ പെട്ടെന്ന് വഴിയിൽ വെച്ച് കണ്ടപ്പോ തന്റെ കണ്ണിൽ തട്ടിപ്പോയ ആ പെണ്ണിന്റെ ഹൃദയത്തിൽ, റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ ഈ പെണ്ണിന്റെ രൂപം പതിഞ്ഞപ്പോ വേഗം റസൂലുള്ളാഹി തങ്ങൾ തന്റെ സൗദാ ബീവിന്റെ റൂമിലേക്ക് പോയി. റൂമിൽ പോയി പുറത്തു വന്ന ശേഷം നബി തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും ഒരാൾക്ക് പെണ്ണിനെ കണ്ടിട്ട് അവന്റെ മനസ്സിളകിയാൽ, അവന്റെ മോഹം ഇളകിയാൽ, അവന്റെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാൽ അവന്റെ ഭാര്യയുടെ അടുത്ത് കെട്ടിയവളുടെ അടുത്ത് ചെല്ലട്ടെ. എന്നിട്ട് ചെന്നിട്ട് അവരുടെ ആവശ്യം അവൻ നിർവഹിച്ചു കൊള്ളട്ടെ.
ഈ ആവശ്യം നിർവഹിക്കാൻ സ്വന്തം വീട്ടിൽ തന്നെ ചരക്കുണ്ട്. അള്ളാന്റെ റസൂൽ അവിടെ പറഞ്ഞ വാചകം എന്റെ ചെറുപ്പക്കാരൊന്ന് അർത്ഥഗർഭമായി മനസ്സിലാക്ക്. നിന്റെ കണ്ണിന് പിടിച്ച പെണ്ണിന്റെ കയ്യിലുള്ള കോളെന്താണ്? ആ കോള് നിന്റെ വീട്ടിന്റെ അകത്തെ പെണ്ണിലുമുണ്ട്. ശശീറുനാ റസൂലുള്ളാഹി. കണ്ണിന് ഈ കണ്ട പെണ്ണിന്റേത് മാറ്റമായിരിക്കാം, മൂക്കിനിന്റെ പെണ്ണിന്റേത് മാറ്റമായിരിക്കാം, വേറെ അവയവങ്ങളുടെ ശൈലിയൊക്കെ നീ കണ്ട പെണ്ണിന്റേത് മറ്റൊന്നായിരിക്കാം. അവസാനം പിന്നെ എന്തിനാണോ പെണ്ണിനെ? അതാണ് റസൂൽ ചോദിക്കുന്നത്. ഏത് മൊഞ്ചുള്ള പെണ്ണാവട്ടെ മൊഞ്ചില്ലാത്ത പെണ്ണാവട്ടെ, അവസാനം പെണ്ണിനെ എന്തിനാണ്? യാതൊരു അവയവത്തിന് അല്ലേ? നമ്മൾ വാക്കിൽ പറയാൻ മടിക്കുന്ന അവയവത്തിന്. ആ അവയവമാണ് മൊഞ്ചുള്ള പെണ്ണിനും മൊഞ്ചില്ലാത്ത പെണ്ണിനും. അവിടെ അല്ലാഹു തആല ഒരുപോലെയാണ് ഏത് പെണ്ണുങ്ങളുടെയും മൊഞ്ച്. അതാ റസൂലുള്ള പറയുന്നത്. നീ കണ്ടു സൗന്ദര്യം തോന്നിയ പെണ്ണിന്റെ കയ്യിലുള്ള കോള് നിന്റെ വീട്ടിലെ പെണ്ണ് എത്ര സൗന്ദര്യമില്ലാത്തവളാണെങ്കിലും നിന്റെ ഭാര്യ എന്ന പെണ്ണിൽ നിന്റെ വീടിന്റെ അറയിൽ, നിന്റെ സുഭദ്രമായ അറയിൽ നിനക്ക് പിടിച്ചാൽ കിട്ടുന്ന ഇഷ്ടത്തോടുകൂടെ ഹലാലായിട്ട് പുണ്യം നേടാൻ പറ്റുന്ന വിധം അല്ലാഹു ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് വേണം നിന്റെ ആവശ്യം നിർവഹിക്കാൻ. ഖാല റസൂലുള്ളാഹി. കണ്ടോ നിങ്ങൾ റസൂലുള്ളാന്റെ വാചകം? നല്ല വാചകല്ലത്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ മുമ്പിൽ ഈ വാചകം ഇട്ടുകൊടുത്താൽ അതിന്റെ പൊരുൾ എത്രയാണ്? നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പൊരുൾ എത്രയാലേ. എന്തിനാണ് ഈ മധു കൂറുന്നത്? ഓരോരുത്തരും നോക്കിയിട്ട് നോക്കൂ. എന്തിന്? എന്താ അത് സാധനം? ഒന്നുമില്ല. കണ്ണു മൂക്കൊന്നും അല്ലല്ലോ ആവശ്യമുള്ള കോള് നിന്റെ വീട്ടിലെ പെണ്ണിലുണ്ട് എന്നാണ് റസൂലുള്ള പറയുന്നത്. അപ്പൊ ആ നിലക്ക് മനുഷ്യൻ ഉണരുന്ന